ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ വാൾപ്പാറയിലാണുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പോകെ പോകെ ഞാൻ അടിപൊളിയായിട്ട് പഠിക്കുമായിരിക്കും. അതൊക്കെ പോട്ടെ. ഇന്നലെയാണ് ഞാൻ വാൾപ്പാറയിലെത്തണേ. ഇന്നലെ വാൾപ്പാറയിലെത്തി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീക്കണത് തന്നെ ഈ റൂമിൻ്റെ ഓണർ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എണീക്കണത് തന്നെ. ഇവിടെ നല്ല മഴയും നല്ല മഞ്ഞുമാണ്. ഇപ്പോഴാണെങ്കിൽ മൺസൂൺ കാലവും നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ പിന്നെ പറയണ്ടല്ലോ. ഇവിടെ മൊത്തം കോടമഞ്ഞും ഫുള്ള് മഴയൊക്കെ ആയിരുന്നു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം രാവിലെ വരയ്ക്കും നല്ല മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ. വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ ഇങ്ങനെയാണ്. ചെറിയ ചെറിയ അപ്പുറത്ത് കാണുന്നതെല്ലാം സ്കൂളാണ്. അത് കാണുന്നതെല്ലാം സ്കൂളാണ്. വേണ്ടോ, ഇവിടെ ഇങ്ങനെ വണ്ടികളിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചായ കാപ്പിയല്ല ചായപ്പൊടി, മറ്റേ ആ സംഭവം തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ സീനറിയൊക്കെ കാണാം. അടിപൊളി സീനറിയൊക്കെയാണ്. കണ്ടില്ലേ, ആ മേലത്തെ കാണുന്നത് അത് സ്കൂളാണ്. ആ മേലത്തെ കാണുന്ന സംഭവം ഇപ്പോഴും ചെറുതായിട്ട് മഴച്ചാറ്റിലുണ്ട്. പക്ഷെ അറിയണില്ല എന്നേ ഉള്ളൂ. ചെറിയൊരു മഴച്ചാറ്റിലുണ്ട്. ഇവിടുന്ന് 11 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇറങ്ങണം. ഇവിടുന്ന് 11 മണിക്ക് എനിക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അവർ വന്നിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പോകുന്ന വഴിക്ക് എവിടേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊക്കെയാണ് പ്ലാൻ. നമ്മുടെ ഇത് ഫസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ വരുന്നതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്? അത് പോയി കണ്ടിട്ട് ആദ്യം. അതെ ഗൈസ്, ഞാൻ ഇന്നലെ ബസ്സിലാണ് വന്നിരിക്കണേ. നമ്മുടെ തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്ന് വാൾപ്പാറയ്ക്ക് ബസ് 48 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൾപ്പാറയ്ക്ക് കയറി വരാൻ പറ്റും. ഇപ്പോൾ എവിടെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൾപ്പാറയ്ക്ക് കയറുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പ് ഒരു ഡാമില്ലേ, അതിൻ്റെ സൈഡൊക്കെയാണ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റിന് എത്താനായിക്കാണ്. പക്ഷേ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ കാടുകളും എല്ലാം ഭയങ്കര പച്ചപ്പ് പിടിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള സീനറികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മേലോട്ട് കയറാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് ബൈക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രണ്ടാമത് വരണത് ഇങ്ങനെ ബസ്സിലാണ്. ആകെ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇതും കൂടി രണ്ടാമത്തെ പ്രാവശ്യം. പക്ഷേ അടിപൊളിയുണ്ടോ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ബൈക്കേഴ്സിനാണെങ്കിൽ കയറി എത്ര വേണ്ടി ചുമ്മാ അങ്ങനെ റൈഡ് അടിച്ച് ഇങ്ങനെ കടന്നു പോകാനും അവിടുത്തെ കാണുന്ന വ്യൂ പോയിൻ്റൊക്കെ കീട്ടിലുമാണ്. കുറച്ച് മഴയും കൂടിയൊക്കെ ഉണ്ടെങ്കിലേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരാൻ എൻ്റെ പൊന്നോ, അത് പ്രത്യേക ഫീലാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്ത് പച്ച വിരിച്ച ഭൂമിയല്ലേ. അപ്പുറത്ത് കുറേ വെള്ളം, അതിൻ്റെ മേലെ കുറേ കാട് പിടിച്ച സ്ഥലം. എന്ത് ഭംഗിയാ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ വേറെ ഏതൊക്കെയോ സ്ഥലം പോലെയൊക്കെ ഫീൽ ചെയ്യണു. ഇതാണ് നമ്മൾ വന്ന റോഡ്. എനിക്ക് തോന്നുന്നു ഈ മഴക്കാലത്ത് വന്നുകൊണ്ട് ഇത്രയും ഭംഗിയെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയാണ് ഈ സ്ഥലത്തിന്. ഇത് നോക്കിക്കേ, താഴെ പച്ച വരിച്ച മരങ്ങളും മേലെ മലകൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മലകൾ ഷേഡോസ് പോലെയൊക്കെ ഇല്ലേ. പിന്നെ ഇത് കണ്ടോ, ഫുള്ള് കോട. അതിൻ്റെ താഴെ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കണ മറ്റേ കാപ്പിച്ചെടികൾ, കാപ്പിയല്ല മറ്റേ ചെടികൾ, മറ്റേ ചായപ്പൊടിൻ്റെ മറ്റേ ചെടികളൊക്കെ. പിന്നെ കുറേ പേര് അവിടെ പണിയെടുക്കണമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അത് മാത്രം അതിൻ്റെ അപ്പുറത്ത് കണ്ടോ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം കോട കൊണ്ട് മൂടിയിരിക്കുകയാണ് മേലെ മൊത്തം. ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവിടെയും ചെറിയ 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 വാട്ടർഫാളുകൾ അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ചെറിയൊരു വാട്ടർഫാൾ കണ്ടു. പിന്നെ അവിടെ എല്ലാ ആൾക്കാരും കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് പാട്ടൊക്കെ പാടി നിലവിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ഇതൊക്കെ കാണിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഫുള്ള് റോഡ് മൊത്തം കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തം കോടകളായിരുന്നു. ഫുള്ളും കോടയായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞതും ബസ്സൊക്കെ സ്ലോയിലാണ് പോകാൻ തുടങ്ങി. അത്രത്തോളം കോടമഞ്ഞും കൊണ്ട് ഫുള്ള് മൂടി. പക്ഷെ മഴയില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. പക്ഷേ അങ്ങനെ അധികം രാത്രി ആയിരുന്നില്ല. സമയം ഒരു 6 മണി ഒക്കെ ആയിട്ടുള്ളൂ. 6:10 ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. പിന്നെ അതുമാത്രമല്ല, 300 രൂപയ്ക്കൊന്നും ഞാൻ വിചാരിച്ചു റൂമൊന്നും കിട്ടില്ല. കൂടിപ്പോയി 300. അതിൻ്റെ മേലേക്ക് 500 രൂപയാണെങ്കിൽ എന്തായാലും ഞാൻ റൂം എടുക്കില്ല. ടെൻ്റ് അടിക്കാന്നുള്ള പൈസ ആയി. പിന്നെ ഇവിടെ അങ്ങനെ അന്വേഷിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം, ലോ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ മറ്റേ ഒരു 300 രൂപയ്ക്കൊക്കെ റൂം തന്നു. അപ്പോൾ അങ്ങനെ 300 രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ അങ്ങനെ എടുത്താണ്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു.
ഇവിടെയാണെങ്കിൽ മഴ നല്ല ചാറലുണ്ട്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ റൂം എടുത്ത് നന്നായിരുന്നു. കാരണം ഫസ്റ്റ് വ്ളോഗാണ്. പിന്നെ ആ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ ഞാൻ ചടപ്പടിച്ച റൂമിൽ ടെൻ്റൊക്കെ അടിച്ച് മറ്റേ ഭയങ്കര ഹൈറ്റൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളി. ഇനി താഴേക്ക് ഇതിൻ്റെ താഴെയാണ് നമുക്ക് ചെറിയൊരു മാർക്കറ്റിംഗ് ഉള്ളത് പറഞ്ഞത്. പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ഫുൾ മഴയായതുകൊണ്ട് നമുക്ക് പോകാതിരിക്കുക. പക്ഷെ പോകണം, ഇപ്പോൾ പോവാം, നമുക്ക് കാണാം. ഇനിയിപ്പോൾ എന്തായി മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ആക്കുക. കാണിച്ചു തരാം. ഇപ്പോൾ മഴ നിന്നു. പിന്നെയുണ്ടല്ലോ, നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വാൾപ്പാറ ബസ് ചാർജ് എത്രയെന്നറിയോ? 48 രൂപയ്ക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ബസ് ചാർജ് മാത്രം 48 രൂപയുള്ളൂ. 48 രൂപയ്ക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഞാൻ പിള്ളേ ഇവിടെ എത്തി. കണ്ടോ, പച്ചക്കറികളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ക്യാഷ്വലായിട്ട് ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. കണ്ടോ, പെട്ടിക്കടകളും കുറച്ച് പച്ചക്കറികൾ കണ്ടോ. പക്ഷേ ഇത്രയും ചെറിയ ഇടുങ്ങിയായിട്ടാണെങ്കിലും കുറച്ച് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അത്യാവശ്യം കാണാൻ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, കുറേ പച്ചക്കറികൾ, അങ്ങനെ ചെറിയ 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 തെരുവുകളുണ്ട്. വേസ്റ്റ് പിന്നെ പറയണ്ട, അത് കമ്പയർ ചെയ്യാൻ പറ്റൂല. കണ്ടോ, അങ്ങോട്ടൊക്കെ കണ്ടോ, അതാ. ഇപ്പം എന്തായാലും അത്യാവശ്യം നൈറ്റ് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് അവക്കാഡോ, കുറച്ച് ബനാനയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ തോന്നുന്നു. അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളേക്ക് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണിച്ച് കഴിക്കാനൊക്കെ ആയല്ലോ എന്ന് വേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ രാവിലേക്കും കൂടി കഴിക്കാം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഹായ്. അപ്പോൾ ഇവിടെ ചെറിയ പൂക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, വെജിറ്റബിളും കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ, ഈന്തപ്പഴം വരണത് കണ്ടോ, ബസ് വരണേ. നമുക്കിവിടെ ബസ് രാത്രി 10 മണി വരെയൊക്കെ സർവീസുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മണി വരെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് 10 മണി വരെയൊക്കെ രാത്രി സർവീസുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. വരികയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ വൺ ഡേ ഇപ്പോൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാനുള്ള പ്ലാനൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇവിടെ സെറ്റാണ്. കാരണം ഇവിടെ നിന്ന് പൊള്ളാച്ചിക്ക് കുറേ ബസ്സുണ്ട്. അതുകൊണ്ട് 10 മണി വരെ സർവീസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. കൊഞ്ചം വലുത് നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ 1 കിലോ അവക്കാഡോ വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, ഇതിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാലും നാളേക്ക് രാവിലെ ഉച്ചക്കലക്കും ആയി തോന്നുന്നു. ഉച്ചക്കലക്കും അല്ല, എൻ്റെ കയ്യിൽ കുറച്ച് പഴമുണ്ട്, വൈകുന്നേരം കഴിക്കാനുള്ളതായി. 1 കിലോ മതി. ഓക്കെ. ആണ് 130 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം നമ്മുടെ റൂം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സീനറിയാണ് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സീനറിയാണ്. അവിടെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇനി റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. എനിക്ക് ചെറുതായിട്ട് വിശക്കണമുണ്ട്. രാവിലെ കഴിച്ചതാണ് വീട്ടിൽ നിന്ന്, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ പഴം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. അപ്പോൾ ഞാൻ ഇനി റൂമിൽ ചെന്ന് എത്തി. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അവിടെ നിന്നേ ആ പോലീസുകാരന്മാരൊക്കെ ഇല്ലേ, എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു, ഹായ് എന്നൊക്കെ കാണിച്ച്. ഞാനത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു മടി. അത് പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ട്രാവൽ ചെയ്യും, പക്ഷെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാറൊന്നുമില്ല. ഇങ്ങനെ കയ്യിൽ മറ്റേ സ്റ്റാൻഡും ഫോണും പിടിച്ചിട്ട് ഞാൻ എങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ എനിക്കെന്ത് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അത് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇനി മാക്സിമം അത് ശീലമായി കഴിയുമ്പോൾ കറക്റ്റാവുമായിരിക്കും വിചാരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, കണ്ടില്ലേ? ഇത് നമ്മുടെ റൂം, ചെറിയ റൂമാണ്, ഒരൊറ്റ കട്ടിലേ ഉള്ളൂ. പിന്നെ ഇതാ ഈ TV വർക്കിംഗ് ആണ്, വരുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന.
പിന്നെ നമ്മുടെ ഇതാണ് ബാത്റൂം കാര്യമൊന്നുമില്ല, അത് ഇത്രയേ ഉള്ളൂ, മതി. നമ്മൾ നാളെ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ധാരാളം എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മാക്സിമം ഈ വീഡിയോ കാണുന്നവർ, ഈ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ ദൈവത്തിനറിയാം, മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നൊന്നും ഞാൻ പറയണമെന്നില്ല. ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, എനിക്ക് അത്ര മതി. ലൈക്ക് പോലും വേണ്ട, കമൻറ്റെങ്കിലും ഇട്ടാൽ മതി. കാരണം എനിക്കതെന്തോ ഫസ്റ്റത്തെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സാലറി അല്ലെങ്കിൽ സെക്കൻഡ് സാലറി ആ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ താഴെ കമൻറ്റ് ഇട്ട് എത്ര പേരാണ്, ഇപ്പോൾ ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് ഡയറക്റ്റ് ഞാൻ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പേര്, ഇപ്പോൾ 5 പേരാണെങ്കിൽ 5 പേരിൽ ഒരാളിനെ സെലക്ട് ചെയ്യും. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. അപ്പോൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെന്താ ഒന്ന് സബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ മുതൽ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഇതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അങ്ങനെയല്ല, നാളെ മുതൽ കുറച്ച് ടഫായിരിക്കും. നാളെ മുതൽക്ക് നമ്മൾ റൂം എടുക്കണില്ല, അതാണ് എൻ്റെ പ്ലാൻ. ഇനി എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.